കൂട്ടാൻ നമുക്കൊന്ന് വരുന്ന IBPS PO prelims എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് arithmetic ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ മിൽക്ക്മാൻ ബൈസ് സം പ്യുവർ മിൽക്ക് അറ്റ് Rs 8 per liter. ഓക്കെ, ഒരാൾ മിൽക്ക് മേടിച്ചു, 1 ലിറ്ററിന് 8 രൂപ. He adds water to it and sells the mixture at 10 per liter, thereby making 37.5% profit. ഇയാൾ അതിൻ്റെ കൂടെ കുറച്ച് വാട്ടറും കൂടെ ചേർത്തിട്ട് 1 ലിറ്ററിന് 10 റുപ്പി വെച്ച് വിറ്റപ്പോൾ 37.5% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് വാട്ടർ ടു ദാറ്റ് ഓഫ് മിൽക്ക് റെസീവ്ഡ് ബൈ ദ കസ്റ്റമർ. കസ്റ്റമർ മേടിക്കുന്ന ആ മിക്സ്ചറിലെ അതിനകത്ത് വാട്ടർ ടു മിൽക്ക് റേഷ്യോ എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 1 ലിറ്റർ മിൽക്കിന് 8 രൂപ അല്ലേ? 1 ലിറ്റർ മിൽക്കിന് 8 രൂപ. 1 ലിറ്റർ വാട്ടറിന് എത്ര രൂപയാണ്? 0 രൂപ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണെന്ന് എഴുതി ഇവിടെ എഴുതി കഴിഞ്ഞാൽ അലിഗേഷൻ ചെയ്ത റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ലിറ്റർ 10 രൂപയ്ക്കല്ലേ വിറ്റത് അല്ലേ? 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 37.5% പ്രോഫിറ്റ് അല്ലേ? 37.5% പറഞ്ഞാൽ 3/8. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 11/8 നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ലിറ്ററിന്? 80/11. ഇതിങ്ങനെ അലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അലിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് മൊത്തം 11 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 88ഉം 0യും 80 വരും. 88ഉം 80 വ്യത്യാസം എടുക്കുക 8, 80ഉം 0 വ്യത്യാസം എടുക്കുക 80. റേഷ്യോ എടുക്കുമ്പോൾ 10:1 കിട്ടും. മിൽക്ക് ടു വാട്ടർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ടർ ടു മിൽക്ക് റേഷ്യോ അല്ലേ? അത് 1:10 ആയിരിക്കും. അടുത്ത ക്വസ്റ്റൻ അതോട്ട് പോവാം. ഓക്കെ, ലെങ്ത് ഓഫ് ട്രെയിൻ ഈസ് ഹാഫ് as ദാറ്റ് ഓഫ് ട്രെയിൻ ബി. ട്രെയിൻ എ ഉണ്ട്, ട്രെയിൻ ബി ഉണ്ട്. ട്രെയിൻ ബിയുടെ ലെങ്ത്തിൻ്റെ ഹാഫാണ് ട്രെയിൻ എയുടെ ലെങ്ത്ത്. ട്രെയിൻ എ ആൻഡ് ബി ക്രോസസ് പ്ലാറ്റ്ഫോം ഓഫ് ലെങ്ത്ത് 100 മീറ്റർ ഇൻ 5 സെക്കൻഡ് ആൻഡ് 6 സെക്കൻഡ് റെസ്പെക്റ്റീവ്ലി. 2 ട്രെയിനും 100 മീറ്റർ ലെങ്ത്തുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാനായിട്ട് 5 സെക്കൻഡ് 6 സെക്കൻഡ് എടുക്കും. ഇവരുടെ സ്പീഡുകളുടെ റേഷ്യോ 2:3 ആണെങ്കിൽ അവരുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കി, ആദ്യത്തെ ട്രെയിൻ 5 സെക്കൻഡ് കൊണ്ടല്ലേ ക്രോസ് ചെയ്ത് പോകുന്നത്. രണ്ടാമത്തെ ട്രെയിൻ 6 സെക്കൻഡ് കൊണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്ത സ്പീഡ് കിട്ടത്തില്ലേ? ഈ സ്പീഡിൻ്റെ റേഷ്യോ ആണ് 2:3. ഓക്കെ, അപ്പോൾ x + 100/5 ഇൻറ്റു 6/2x + 100 ചെയ്ത് കഴിഞ്ഞാൽ 2/3 കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3. ഈ 5 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5/3 ആവത്തില്ലേ? അപ്പോൾ 3x + 300 അപ്പോൾ 3 × 3 9. 9x + 900 = 10x + 500 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 400. എക്സിൻ്റെ വാല്യൂ 400 ആണെങ്കിൽ ബിയുടെ ലെങ്ത്ത് 2x അല്ലേ? 800 ആയിരിക്കും ആൻസർ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷൻ ഇട്ടും ചെയ്യാം. ഓക്കെ, അതായത് ട്രെയിൻ ബിയുടെ ലെങ്ത്ത് അല്ലേ ചോദിച്ചേക്കുന്നത്. ഇന്നത്തെ ഏതോ ഒരെണ്ണം ട്രെയിൻ ബിയുടെ ലെങ്ത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഈ ഹോൾ നമ്പേഴ്സ് ആദ്യം ചെക്ക് നോക്കാം. 800, 600, 900. ബിയുടെ ലെങ്ത്ത് 800 ആണെങ്കിൽ എയുടെ ലെങ്ത്ത് 400. രണ്ടുപേരും 100 മീറ്റർ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ 900ഉം അവിടെ 500ഉം. രണ്ടുപേരും 5 സെക്കൻഡ് കൊണ്ട് 6 സെക്കൻഡ് കൊണ്ടല്ലേ കവർ ചെയ്യുന്നത് അല്ലേ? ഇയാൾ 5 സെക്കൻഡ് കൊണ്ട്, ഇയാൾ 6 സെക്കൻഡ് കൊണ്ട്. 5 സെക്കൻഡ് കവർ ചെയ്താൽ 100, 6 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ 150. ഇതല്ലേ ടൈമിൻ്റെ റേഷ്യോ അല്ല, സോറി, സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ A-B സ്പീഡിൻ്റെ റേഷ്യോ 2:3 ആണല്ലോ. സോ 800 ആയിരിക്കും ആൻസർ. ഇതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ നേരെ ഇത് ചെക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വേണം ആദ്യം ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 600 എടുത്തു കഴിഞ്ഞാൽ, ബിയുടേത് 600 എടുത്തു കഴിഞ്ഞാൽ 100 ആഡ് ചെയ്യുമ്പോൾ 700 ആവത്തില്ലേ? അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ, ഓക്കെ, ഈ റേഷ്യോ എടുക്കുമ്പോൾ 7ൻ്റെ ഫാക്ടർ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 7 ഇത് ആദ്യം ചെക്ക് ചെയ്യാത്തത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ 800 ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചെക്ക് ചെയ്യും. ഇപ്പോൾ 800 ലാസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഹോൾ നമ്പേഴ്സ് കുറേ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഓപ്ഷൻ ഇട്ട് ഇച്ചിരി ചടങ്ങായിരിക്കത്തില്ലേ? അപ്പോൾ ഇതിപ്പോൾ ചെറിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം, പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ തൊട്ട് പോകാം. If the difference between compounders and simpleness for 2 years for certain sum at a rate of 11.56 in a scheme and the difference between SACA for the same sum at a different rate is 1,444. Find the ratio between the rate. ഓക്കെ, ഈ 2 വർഷത്തെ SICA ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് PR²/100² എന്നൊരു ഇക്വേഷൻ അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്കീമിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 1156 കിട്ടുന്നത്. രണ്ടാമത്തെ സ്കീമിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടും 1,444. ഓക്കെ, ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ പിയും 100² പിയും 100² എടുത്ത് വീട്ടിൽ പോവും. R1² / R2² = 1156/1,444 എന്ന് കിട്ടത്തില്ലേ?
1156 റൂട്ട് എടുത്താൽ 34 എന്ന് കിട്ടും. 1444 റൂട്ട് എടുത്താൽ 38 എന്ന് കിട്ടും. വെട്ടിയാൽ 17/19 വരും ഈ റേറ്റുകളുടെ റേഷ്യോ. 17/19. ഓക്കെ ആണോ? അടുത്തത്, P obtains 50% of the marks in a paper for which maximum mark was 400. ഓക്കെ, അതായത് 400 മാർക്കിൽ പിക്ക് 50% കിട്ടി, അതായത് 200 മാർക്ക് കിട്ടി. Q is ahead of P by 40% of Pയുടെ മാർക്ക്. അപ്പോൾ Qന് എത്രയാണ്? 280. ഇനി R is ahead of Q by 1/9 of his own mark. R is ahead of Q by 1/9 of his own mark. അതായത് ക്യൂവിൻ്റെ മാർക്കിൻ്റെ കൂടെ ആറിൻ്റെ 1/9 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആറിന് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ആറിൽ നിന്ന് ആറിൻ്റെ 1/9 കുറയ്ക്കാം. ആറിൻ്റെ 8/9 ആയിരിക്കും ക്യൂവിൻ്റെ മാർക്ക്. ക്യൂ 280 അല്ലേ, 8 വെട്ടിക്കഴിഞ്ഞാൽ 324 5 35 × 9 ചെയ്യുക. 270 45 315 കിട്ടും ആറിൻ്റെ മാർക്ക്. ഓക്കെ, അടുത്തത്, a shopkeeper sells a wallet at a 20% profit. If he sells it at double the selling price, then what will be the percentage of profit? അതായത് 20% പ്രോഫിറ്റാണ് വിൽക്കുന്നത്, ഇരട്ടി വിലയ്ക്ക് വിറ്റ എത്ര പെർസെൻറ്റ് ആയിരിക്കും പ്രോഫിറ്റ് എന്ന് ചോദിച്ചേക്കുന്നത്? അത് 140 ആയിരിക്കും. എങ്ങനെയാണ്? 100 രൂപയാണ് കോസ്റ്റെങ്കിൽ ഇപ്പോൾ വിൽക്കുന്നത് 120 അല്ലേ. ഇനി ഇരട്ടിക്ക് വിൽക്കുമ്പോൾ 240 അല്ലേ, 100 അല്ലേ മുടക്കുള്ളൂ. അപ്പോൾ 140 അല്ലേ പ്രോഫിറ്റ്. അപ്പോൾ പെർസെൻറ്റേജ് എത്രയാണ്? 140%. അടുത്തത്, P can do a task in 30 days. Pക്ക് 30% വർക്ക് തീർക്കാൻ പറ്റും. Q is 50% more efficient than P. Q Pനേക്കാളും 50% മോർ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവർ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 2:3 എന്ന് വരും. അപ്പോൾ ടൈം റേഷ്യോ 3:2. അപ്പോൾ Q 20 days എന്ന് കിട്ടും. ഓക്കെ, ഇനി R can do the work 10 days less than Q. അപ്പോൾ ആറിന് 10 ദിവസം മതി. ഇനി ആറും Q വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ X days ദ ലെഫ്റ്റ് ആൻഡ് P കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് ഇൻ X + 8 days, ഫൈൻഡ് X. അങ്ങനെ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60 ആയിരിക്കും. ആറും Qവും X ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ Pയുടെ എഫിഷ്യൻസി 2, Qവിൻ്റെ എഫിഷ്യൻസി 3, ആറിൻ്റെ എഫിഷ്യൻസി 6. ഓക്കെ, ഇനി ആറും Qവും X ഡേയ്സ് വർക്ക് ചെയ്തിട്ട് പോയി. ആറും Qവും X ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ അവർ 9X വർക്ക് ചെയ്തു. ഇനി P കംപ്ലീറ്റ് റിമൈനിങ് ഇൻ X + 8 days. അപ്പോൾ 2 × X + 8 2X + 16 ഇങ്ങനെ ചെയ്തപ്പോഴാണ് വർക്ക് തീർന്നത്. എക്സിൻ്റെ വാല്യൂ അല്ലേ ചോദിച്ചേക്കുന്നത്. 16 അങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 44 കിട്ടത്തില്ലേ. 11X 44. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 4. ഓക്കെ, അടുത്തത്, A started the business with the investment of 36,000. P and C joined after 3 and 6 months. Profit is divided in the ratio 2:3:5 at the end of the year. Find the difference between investment of B and C. Okay, A, B, C. എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 36,000 ആണ്. ഓക്കെ, എ വർഷം മൊത്തം നിന്നില്ലേ 12 വർഷം, 12 മാസം. ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. ബി 9 മാസം ബിസിനസ് ചെയ്യുന്നു. എങ്ങനെയാണ്? 3 മാസം കഴിഞ്ഞപ്പോഴല്ലേ വന്നേ, ഇപ്പോൾ 1 കൊല്ലമായാലും 9 മാസം കൂടെ ഉണ്ട്. സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും അറിയത്തില്ല. സി 6 മാസം കഴിഞ്ഞപ്പോഴല്ലോ വന്ന്, പിന്നെ 6 മാസം കൂടെ ഉള്ളൂ. ഓക്കെ, ഇതാണ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. ഈ റേഷ്യോ 2:3:5 ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വെച്ച് തന്നെ ഒന്ന് റേഷ്യോ ആക്കി. 3 വെച്ച് ചുറ്റിയാൽ ഇവിടെ 2, 3 വെച്ച് ചുറ്റിയാൽ ഇവിടെ 3, 3 വെച്ച് ചുറ്റിയാൽ ഇവിടെ 4. 2 പാർട്ട് 4 × 36K ആണ്. ഒരു പാർട്ട് എത്രയായിരിക്കും? 2 × 36K, അതായത് 72K ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 പാർട്ട് എന്ന് പറഞ്ഞാൽ നോക്കി, 3 പാർട്ട് B × 3 അല്ലേ. അപ്പോൾ 1 പാർട്ട് എന്ന് പറഞ്ഞാൽ B ആയിരിക്കും. അതായത് ബിയുടെ വാല്യൂ ഇപ്പോൾ എത്രയായിരിക്കും? 72K ആയിരിക്കും. ഇനി ഒരു പാർട്ട് 72K, 5 പാർട്ട് എത്രയായിരിക്കും? അപ്പോൾ 5 × 72K ആയിരിക്കത്തില്ലേ. അത് C × 2 ആണ്. 2 ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ 36. അപ്പോൾ 150 30 180 കിട്ടും സിയുടെ വാല്യൂ. അപ്പോൾ ഇവരുടെ വ്യത്യാസം എത്രയാണ്? 72 8 80 80 10 അല്ലേ 180. അപ്പോൾ 108,000 കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A large cube is made from small cubes of edge 5, 4 and 3 centimeter. Find the ratio of total surface area of large cube and small cube.
ഓക്കെ, 3 ചെറിയ ക്യൂബുണ്ട്, ഓരോന്നിന് എഡ്ജ് തന്നിട്ടുണ്ട് 5, 4, 3. ഇത് ഉരുക്കി വേറെ വലിയ ക്യൂബ് ഉണ്ടാക്കി. ഈ വലിയ ക്യൂബിൻ്റെയും ചെറിയ ക്യൂബുകളുടെ സർഫസ് ഏരിയയുടെ റേഷ്യോ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ വലിയ ക്യൂബ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്യൂബ്സിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ചെറിയ ക്യൂബുകളെല്ലാം വോളിയം കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക. ഏതാ സൈഡിൻ്റെ ക്യൂബ് എടുത്താൽ പോരെ. അപ്പോൾ ആദ്യത്തെ ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 125, രണ്ടാമത്തേൻ്റെ 64, മൂന്നാമത്തേൻ്റെ 27, അതിനും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 6, 1, 6, 4, 11, 1, 2, 216 കിട്ടും. ഇത് വലിയ ക്യൂബിൻ്റെ വോളിയമാണ്. അത് എ ക്യൂബ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. അപ്പോൾ വലിയ ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6 × 6 സ്ക്വയറാണ്. ക്യൂബിന് 6 സൈഡും സ്ക്വയർ അല്ലേ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ സൈഡിൻ്റെ സ്ക്വയർ, അതിന് 6 എണ്ണം ഉണ്ട്. ഇനി ചെറിയ ക്യൂബുകളുടെ എല്ലാം സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇതുപോലെ തന്നെ 6 × സൈഡിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നത്. ഓരോ ക്യൂബിന് 6 സർഫസ് വെച്ചിട്ടില്ലേ. അപ്പോൾ ആദ്യത്തെ ക്യൂബിൻ്റെ 6 a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, രണ്ടാമത്തതിൻ്റെ 16, മൂന്നാമത്തതിൻ്റെ 9, എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇത് 25 അല്ലേ, 25 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 50. അപ്പോൾ 6 × 50 ആണ്. 6 വെട്ടി 36:50. ഒന്നോടെ വെട്ടിയാൽ 18:25 വരും ഈ പറഞ്ഞ ആൻസർ. ഓക്കെ, 18:25. അടുത്ത ക്വസ്റ്റ്യൻ. എ ബസ് ക്യാൻ ട്രാവൽ ഡിസ്റ്റൻസ് ഓഫ് 1330 km in 19 hours. ഓക്കെ, ഒരു ബസ് ഇത്രയും കിലോമീറ്റർ 19 അവർ കൊണ്ട് ട്രാവൽ ചെയ്യും. 19 വെച്ച് മേലോട്ട് 70 കിട്ടത്തില്ലേ. അപ്പോൾ ബസ്സിൻ്റെ സ്പീഡ് കിട്ടും 70 km/h. സ്പീഡ് ഓഫ് ബൈക്ക് എന്ന് പറയുന്നത് ബസ്സിനേക്കാളും 50% കുറവാണ്. അപ്പോൾ ബൈക്കിൻ്റെ സ്പീഡ് 35 km/h ആണ്. അതിൻ്റെ സ്പീഡ് ഓഫ് സൈക്കിൾ 15 km ലെസ് ആൻഡ് ദാറ്റ് ഓഫ് ബൈക്ക്. ഇനി ഒരു സൈക്കിളുണ്ട്, സൈക്കിളിൻ്റെ ബൈക്കിനേക്കാളും 15 കുറവാണ്. ഇപ്പോൾ ഇവിടെ എത്ര? 20 വരത്തുള്ളൂ. ഇൻ റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ സൈക്കിൾ ആൻഡ് ബൈക്ക് ടു കവർ 280 km. സൈക്കിളും ബൈക്കും 280 km കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ അല്ലേ ചോദിച്ചേക്കുന്നത്. സെയിം ഡിസ്റ്റൻസല്ലേ രണ്ടുപേരും കവർ ചെയ്യുന്നത്. അപ്പോൾ സ്പീഡും ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോർഷനായിരിക്കും. ഈ റേഷ്യോ എടുത്തിട്ട് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4:5 വെച്ച് കൂട്ടിയാൽ ഇവിടെ 7 ഇവിടെ 4 വരത്തില്ലേ. 4:7 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If all the pipes are opened simultaneously and pipe A is closed after 4 hours and C was closed after 10 hours and B was closed 1 hour before pipe A, അങ്ങനെയാണെങ്കിൽ what part of the tank is filled? ഓക്കെ, ടാങ്കിൻ്റെ വോളിയം അതും കണ്ടുപിടിക്കുക. ഇവർ എൽസിയം എടുത്താൽ പോരെ. 15ൻ്റെ 25ൻ്റെ എൽസിയം 75ആണ്. 75ൻ്റെ അകത്ത് 9ൻ്റെ 3 ഉണ്ട്. അപ്പോൾ 75 × 3 ചെയ്യുക, അതായിരിക്കും വോളിയം. ഓക്കെ, അതായത് 210 15 225 യൂണിറ്റ് എന്ന് കിട്ടും ടാങ്കിൻ്റെ വോളിയം. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 25 ആയിരിക്കും. അതായത് 180 45 225. ഇനി ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15 യൂണിറ്റ് ആയിരിക്കും. സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആയിരിക്കും, പക്ഷേ മൈനസും. ഇനി എയും ബിയും സിയും എത്ര സമയം വീതം ഓപ്പൺ ആക്കുന്നത്? എ 4 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബി എക്ക് 1 മണിക്കൂർ മുമ്പ് നിർത്തത്തില്ലേ. അപ്പോൾ ബി 3 മണിക്കൂറും സി 10 അവർ. അപ്പോൾ എ 4 മണിക്കൂർ, 1 അവർ 25 വെച്ചിട്ടല്ലേ, അപ്പോൾ മൊത്തം 100. ബി 1 അവറിൽ 15 വെച്ച്, അപ്പോൾ 3 മണിക്കൂറാകുമ്പോൾ 75. ഇനി സി 10 അവർ 9 വെച്ച് അവിടെ നിന്ന് ഡിലീറ്റ് ആയി കളയത്തില്ലേ, അപ്പം -90. ഓക്കെ, 75 അല്ലോ. 15 × 3 ചെയ്താൽ 45 വരിക. അപ്പോൾ 100 + 45 - 90. 45 - 90 -45 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേന് എത്ര വരും? 55 എന്ന് വരും. അതായത് 55 യൂണിറ്റ് അവിടെ ഫിൽ ആവത്തുള്ളൂ. ടോട്ടൽ 225 യൂണിറ്റില്ലേ. റേഷ്യോ എടുക്കുക. 5 വെച്ച് കൂട്ടിയാൽ 11, താഴെ 5 വെച്ച് കൂട്ടിയാൽ 4 5 20, പിന്നെ 20 25 5. അപ്പോൾ 11:45 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, 11:45. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത എല്ലാവരും PO പ്രിലിംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് എടുക്കുക, PO ലെവലിൽ ക്വസ്റ്റ്യൻ എടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും ഒരു 2 മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യുക. ഓൾറെഡി POയുടെ എക്സാം കുറച്ച് പേർക്ക് കഴിഞ്ഞില്ലായിരുന്നു, ഇനി 30-ാം തീയതി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം 2 മോക്ക് ടെസ്റ്റ് വെച്ച് POയുടെ പ്രിലിംസിൻ്റെ ചെയ്യണം. ഓക്കെ, ഫുൾ മോക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിനകത്ത് നമ്മൾ അലിഗേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ടൈം റേഷ്യോ, അതായത് സ്പീഡ് ടൈം ഡിസ്റ്റൻസ് ചെയ്തപ്പോൾ ടൈം റേഷ്യോ എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളിതിൻ്റെ എല്ലാം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടെലഗ്രാമിൽ പോയിട്ട്
LCT ട്യൂട്ടോറിയൽസ് ഡിസ്കഷൻ അടിച്ചാൽ മതി, ഗ്രൂപ്പ് വരും. അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ റെഗുലറായിട്ട് വീഡിയോ വിടാൻ ശ്രമിക്കാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ കുറച്ച് എക്സാം വന്നിട്ടുണ്ടല്ലോ അപ്ലൈ ചെയ്യാനായിട്ട്. ഏതൊക്കെയാണ്? നമുക്കിപ്പോൾ SBIയുടെ PO ഉണ്ട്. SBIയുടെ PO അപ്ലൈ ചെയ്യാൻ കിടക്കുന്നുണ്ട്. RBI അസിസ്റ്റൻ്റ് ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ IDBI ബാങ്കിൻ്റെ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ട്. അത് പക്ഷേ മറ്റേ കോഴ്സുള്ള ഇതാണേ. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തോ. പ്രീമെയിനുണ്ട്, പ്രീമെയിനിൽ ഒറ്റ എക്സാം ഇൻ്റർവ്യൂ എന്തോ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ മണിപ്പാലിലൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്തോ. ഓക്കെ, യെസ്, ഓക്കെ ആണല്ലോ. പിന്നെ ഒരു എക്സാമും കൂടെ ഉണ്ടായിരുന്നു, അത് ഡേറ്റ് കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് എക്സാംസ് വരാനുണ്ട്. ഇനി ഏതൊക്കെ വരാനുള്ളത്? SBIയുടെ PM ക്ലർക്കും വരാനുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണാം.